കേരളത്തിൽ യു.ഡി.എഫിന് മുൻതൂക്കം പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ബംഗാളിൽ ബി.ജെ.പി അധികാരം പിടിക്കുമെന്ന് പ്രവചിക്കുന്നു. 4 എക്സിറ്റ് പോൾ ഏജൻസികളാണ് ബംഗാളിൽ ബി.ജെ.പി മുന്നേറുമെന്ന് പ്രവചിക്കുന്നത്. പി-മാർക്കിന്റെ പ്രവചനമനുസരിച്ച് ബംഗാളിൽ ബി.ജെ.പി 150 മുതൽ 175 സീറ്റുകൾ വരെ നേടും. ഭരണപക്ഷമായ തൃണമൂൽ കോൺഗ്രസിന് 113 മുതൽ 138 സീറ്റുകൾ വരെ നേടാം. തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും ഇടത് പാർട്ടികളും കോൺഗ്രസും നേരിട്ടേറ്റുമുട്ടിയ ചതുഷ്കോണ മത്സരത്തിനാണ് ബംഗാൾ ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. ഇടതുപക്ഷം ബംഗാളിൽ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷവുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് കോൺഗ്രസും ഇത്തവണ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പശ്ചിമ ബംഗാളിലെ 294 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഏപ്രിൽ 23, 24 തീയതികളിലായി 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. കോൺഗ്രസിന് 2 മുതൽ 6 വരെ സീറ്റുകൾ നേടാം. പോൾ ഡയറിയുടെ സർവേ പ്രകാരം ബി.ജെ.പി ബംഗാൾ ഭരണം പിടിക്കും. 142 മുതൽ 171 സീറ്റുകൾ വരെ ഇവിടെ ബി.ജെ.പി ജയിക്കാനിടയുണ്ടെന്നാണ് പ്രവചനം. തൃണമൂൽ കോൺഗ്രസിന് 92 മുതൽ 127 സീറ്റുകളിലാണ് ജയസാധ്യത. കോൺഗ്രസിന് 3 മുതൽ 5 സീറ്റുകളാണ് ലഭിക്കുക. 2 മുതൽ 3 സീറ്റുകൾ വരെ CPM നേടുമെന്നും പ്രവചനമുണ്ട്. ചാണക്യ സ്ട്രാറ്റജീസ് അനുസരിച്ച് ബി.ജെ.പി ഭരണം പിടിക്കുക തന്നെ ചെയ്യും. 150 മുതൽ 160 വരെ സീറ്റുകൾ ബി.ജെ.പി നേടും. 130 മുതൽ 140 സീറ്റുകൾ TMC നേടും. കോൺഗ്രസിന് സീറ്റ് ഒന്നും ലഭിക്കില്ല. ABP സർവേ പ്രകാരം തൃണമൂലിന് 125 മുതൽ 140 സീറ്റുകൾ വരെ ലഭിക്കാം. ബി.ജെ.പിക്ക് 146 മുതൽ 161 സീറ്റുകൾ വരെ ലഭിക്കാം. മറ്റുള്ളവർ 6 മുതൽ 10 വരെ നേടും. തമിഴ്നാട്ടിലാകട്ടെ AIDMKയുടെയും TVKയുടെയുമായി വോട്ടുകൾ വിഘടിക്കുന്നത് DMKയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് പൊതുഫലം. ന്യൂസ് 80 പ്രവചന പ്രകാരം AIDMK ബി.ജെ.പി സഖ്യം അധികാരം പിടിക്കും. 41.5% സഖ്യം നേടുക. DMK സഖ്യമാകട്ടെ 39.2% പ്രവചിക്കുന്നത്. വിജയുടെ TVKയ്ക്ക് 15 മുതൽ 8% വരെ വോട്ട് നേടാനാകും. സീറ്റുകളുടെ കണക്ക് നോക്കിയാൽ 114 മുതൽ 124 വരെയാണ് AIDMK സഖ്യം നേടുക. DMKയ്ക്ക് 103 മുതൽ 113 സീറ്റ് വരെയും തമിഴക വെട്രി കഴകത്തിന് 4 മുതൽ 10 സീറ്റ് വരെ ലഭിച്ചേക്കും. പീപ്പിൾസ് പൾസ് സർവേ പ്രകാരം DMK 125 സീറ്റ് മുതൽ 145 സീറ്റുകൾ നേടി അധികാരത്തിൽ തുടരും. AIDMK ബി.ജെ.പി സഖ്യം 65 മുതൽ 80 സീറ്റുകളെ നേടും. വിജയുടെ TVKയ്ക്ക് 18 മുതൽ 24 സീറ്റ് വരെയും മറ്റുള്ളവർക്ക് 2 മുതൽ 6 സീറ്റുകൾ വരെ നേടാം. ദേശ് കാ വെൽഡിക് സർവേ പ്രകാരം DMK അധികാരം നിലനിർത്തും. 124 മുതൽ 140 സീറ്റുകൾ DMK നേടും. AIDMK സഖ്യം 55 മുതൽ 70 വരെ, TVKയ്ക്ക് 32 മുതൽ 42 സീറ്റുകൾ വരെ നേടാനാകുമെന്നും സർവേ സൂചിപ്പിക്കുന്നു. ആക്സിസ് മൈ ഇന്ത്യ പോൾ പ്രകാരം DMKയ്ക്കും TVKയ്ക്കും നേരിയ സീറ്റ് വ്യത്യാസമേയുള്ളൂ. TVKയ്ക്ക് 98 മുതൽ 120 സീറ്റുകളാണ് അവർ പ്രവചിക്കുന്നത്. DMKയ്ക്ക് 92 സീറ്റുകൾ മുതൽ 110 സീറ്റുകൾ വരെ, 22 മുതൽ 32 സീറ്റുകൾ വരെയാണ് AIDMKയ്ക്ക് ലഭിക്കുകയെന്നാണ് സർവേ ഫലങ്ങൾ. അസമിൽ ബി.ജെ.പി തൂത്തുവാരുമെന്നാണ് പ്രവചനം. ആക്സിസ് മൈ ഇന്ത്യ പ്രവചന പ്രകാരം ബി.ജെ.പി 88 മുതൽ 100 സീറ്റുകൾ വരെ നേടാം. കോൺഗ്രസിന് 24 മുതൽ 36 സീറ്റുകളെ നേടാനാകും. IAN സ്മാർട്രിസ് പ്രകാരം 126 സീറ്റുകളിൽ ബി.ജെ.പിക്ക് 96 മുതൽ 98 സീറ്റുകൾ വരെ നേടാം. കോൺഗ്രസിന് 26 മുതൽ 28 വരെ നേടാം. അസമിൽ വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലും NDA സഖ്യം ബഹുദൂരം മുന്നിലാണ്. NDA 48% വോട്ട് വിഹിതം നേടുമെന്ന് പ്രവചിക്കപ്പെടുമ്പോൾ കോൺഗ്രസിന് 38% വോട്ടുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ള 14% വോട്ടുകൾ മറ്റു പാർട്ടികൾക്ക് ലഭിക്കും. അസമിൽ ബി.ജെ.പി വീണ്ടും വലിയ വിജയം നേടുമെന്നാണ് NDTV എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി സഖ്യം വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയേക്കും. NTV ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം ബി.ജെ.പി സഖ്യം 88 മുതൽ 100 വരെ സീറ്റുകൾ നേടിയേക്കാം. എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യം 24 മുതൽ 36 സീറ്റുകളിൽ ഒതുങ്ങിയേക്കും. മുൻകാലങ്ങളിൽ അസമിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസ് സഖ്യത്തിന് ഇത്തവണയും വോട്ടർമാരെ ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പ്രവചനം. കോൺഗ്രസ് 31%, റൈജോൾ ദൾ 3%, ബി.ജെ.പി 3% തുടങ്ങിയവർ അടങ്ങിയ സഖ്യം പരമാവധി 36 സീറ്റുകളിൽ ഒതുങ്ങിയേക്കും. മൗലാന ബദ്രുദ്ദീൻ അജ്മലിന്റെയും AIUDF വെറും 2% വോട്ടിലേക്ക് ചുരുങ്ങിയതും ശ്രദ്ധേയമാണ്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത് ഭരണകക്ഷിക്ക് വലിയ ഗുണം ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. വികസന പദ്ധതികളും ശക്തമായ പ്രാദേശിക നേതൃത്വവും അസമിൽ ബി.ജെ.പി അജയരാക്കി മാറ്റുകയാണ്. അസമിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനവിധിക്കായി രാജ്യം കാത്തിരിക്കുമ്പോഴും വടക്ക് കിഴക്കൻ മണ്ണിൽ താമര ഒരിക്കൽ കൂടി വിരിയുമെന്ന സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. എന്നിരുന്നാലും ഔദ്യോഗിക വോട്ടെണ്ണൽ ഫലം വരുന്നതുവരെ ഈ പ്രവചനങ്ങൾ കേവലം സൂചനകൾ മാത്രമായി തുടരും. 824 നിയമസഭാ മണ്ഡലങ്ങളിലായി 17 കോടി വോട്ടർമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.